പോയി. എൻ്റെ മൂഡ് ഈ എഴുതാനുള്ള പേജസിൻ്റെ എണ്ണം കണ്ടപ്പോൾ തന്നെ പോയി. പിന്നെ എന്തായാലും കൊണ്ടുവന്ന് വെച്ചാൽ മിക്സ്ചർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലീവാണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ ഇവിടെ ആക്കിയിട്ട് പോയി. ഞാൻ പിന്നെ ഒരു ശർക്കരമായി ഞങ്ങൾക്ക് തിന്നേനെ ഫ്രീ ആയിരിക്കുമ്പോഴാണ് ഉമ്മ വന്നാണ്ട് വിളിച്ചത്. ഈ മാറ്റി നിന്നോ നമുക്ക് ഇത്താത്തനെ വിട്ടു പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ വന്നാണ്ട് ഫുഡൊക്കെ അവിടെ നിന്നാണ് കഴിച്ചത്. ഇനി എഴുതാൻ ഇരുത്തിക്കാണ്. പക്ഷേ എഴുത്തല്ലാത്ത എല്ലാ കാര്യവും ഇവിടെ നടക്കുന്നുണ്ട്. എഴുതാനൊരു പേരിൻ്റെ ബുക്കും കൊണ്ട് വന്നതാണ്. എന്തായാലും 2 പേജ് എഴുതിയാണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം മീനൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. പിന്നെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മാങ്ങൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറക്കൊന്ന് ചുറ്റടിച്ച് വന്നപ്പോൾ എന്താ ഇത്താത്ത സാൻഡ്വിച്ചും ലൈമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഇരുന്ന് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം പാക്കറ്റാക്കി വീട്ടിൽ കൊണ്ടുവന്നു. പാക്കാക്കുന്ന കാര്യത്തിൽ പിന്നെ ഇത്താത്തൊരു പുലിയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ ബൈ ബൈ പറഞ്ഞിറങ്ങി. ഒരു ടാറ്റ് വരെ ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇതാ പ്രഭചേച്ചി അവിടുന്ന് നാളെ വിഷു ആണല്ലോ, സോ ഇന്ന് നെയ്യപ്പോൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ താത്താൻ്റെ പാർസലൊക്കെ തുറന്നിട്ട് അതിൽ നിന്നൊരു സാൻഡ്വിച്ചും കുറച്ച് സോസൊക്കെ കൂട്ടിയിട്ട് അത് കഴിച്ചു. അതിനിടയിൽ കൂടി ഞങ്ങൾക്ക് സയൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണ്ട. അമ്മു ചേച്ചി കൂടെ പടക്കം പൊട്ടിക്കണ്ടല്ലോ, ടീച്ചർ വീട്ടിലാരും പടക്കം പൊട്ടിക്കണില്ലേ. തൽക്കാലം സാൻഡ്വിച്ച്